ഉള്ളവരെ ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ സംബന്ധിച്ച്, അതായത് ഇറാനിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് യൂറോപ്യൻ മാധ്യമങ്ങളും ഇറാൻ മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്തത്. യൂറോപ്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം പ്രക്ഷോഭം ഒരു പ്രവിശ്യയിൽ നിന്ന് മറ്റൊരു പ്രവിശ്യയിലേക്ക് ആളിപ്പടരുകയാണ്. വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്കാണ് ഇറാൻ സാക്ഷ്യമാകുന്നത് എന്നാണെങ്കിൽ, ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം സ്വാഭാവികമായും ചില രാജ്യങ്ങളുണ്ടാകുന്നത് പോലെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഇറാനിലുണ്ട് എന്നവർ സ്ഥിരീകരിക്കുന്നു. അത് അത്ര വലിയ രീതിയിലുള്ള രൂക്ഷമായ ഒരു സ്ഥിതിയിലല്ല ഉള്ളത്. മാത്രമല്ല, പാശ്ചാത്യ മാധ്യമങ്ങൾ ആ പ്രക്ഷോഭത്തിന് വെള്ളവും വെളിച്ചവും വളവും നൽകുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാൻ അതിനെ അതിജീവിക്കുന്നു എന്നാണ് ഇറാനിൽ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമമായ ഇർണയുടെയൊക്കെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഇറാനിൽ ജനകീയ പ്രക്ഷോഭം ഉടലെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കഴിഞ്ഞ 47 വർഷം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ കടുത്ത ഉപരോധത്തിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യം, അവിടെ സ്വാഭാവികമായും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകും. കാരണം അവരുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് തകർത്തുകൊണ്ടാണ് ഈ ഉപരോധം കടന്നു പോകുന്നത്. അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക അടിസ്ഥാനമായ എണ്ണ അത് വിപണനം ചെയ്യുവാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 47 വർഷമായിട്ട് അവരുടെ ചില സൗഹൃദ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ചൈനയെപ്പോലെയുള്ള രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നുണ്ട്, പകരം അവർ പണം നൽകുന്നില്ല. അവിടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വർദ്ധിപ്പിച്ചു നൽകുകയാണ് ചൈന നൽകുന്നത്. ഇറാന് വേണ്ടിയിട്ടുള്ള വിമാനത്താവളങ്ങൾ, വ്യാവസായിക കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങളൊക്കെ നിർമ്മിച്ച് നൽകിയാണ് ചൈന ഇറാനിൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിട്ട് പകരമായി നൽകുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ അടിയായിട്ട് ഇറാന് സംഭവിച്ചിരിക്കുന്നത് ബാങ്കിങ് നിരോധനമാണ്. അത് വലിയ രീതിയിൽ ഇറാൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളുടെ ആഴം കൂട്ടിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. കഴിഞ്ഞ 47 വർഷമായിട്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ ഉപരോധത്തിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യത്തിന് സാമ്പത്തിക സ്ഥിതിയിൽ സാരമായ കേടുപാടുകൾ ഉണ്ടായേക്കാം. അത് ജനങ്ങളുടെ ജീവിത രീതിയെ ബാധിച്ചിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ടും അവിടെ ജനകീയ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നിട്ടുണ്ടാകാം. അത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ക്രിയാത്മകവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങൾ നടത്തി ഇറാൻ തിരികെ വരും, ഇറാൻ്റെ സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ചർച്ചയുടെ ഒരു മുഖമാണ് മസൂദ് പെസഷ്കിയാൻ പ്രക്ഷോഭകാരികൾക്ക് മുന്നിൽ വെക്കുന്നതെങ്കിൽ തീർത്തും വ്യത്യസ്തമായ, കൂടുതൽ തീവ്രമായ ഒരു സ്വരമാണ് ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖമനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തണം എന്ന രീതിയിൽ ആണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ടുകൾ നിന്ന് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം കൂടി ചർച്ച വരുന്നുണ്ട്. അതായത് ഈ ഭരണകർത്താവ് ദുർബലനാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ഒരു രാജ്യത്തെ എപ്പോഴും യുദ്ധം ഒന്നിപ്പിച്ചു നിർത്തും. അതുപോലെ ഇപ്പോൾ ഇറാൻ ഒരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയപ്പെടുന്നില്ല. കാരണം നേരത്തെ 12 ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഇറാൻ്റെ അകത്ത് അന്നും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒക്കെ അതിജീവിച്ച് ഇറാൻ ഒരൊറ്റ സ്വരമായി, ഒരു ഏകരാഷ്ട്രമായി നിന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ സമയത്തായിരുന്നു. അതുപോലെ ഒരുപക്ഷെ ഇസ്രായേലിന് മേൽ ഒരു ആക്രമണം ഇറാൻ നടത്തിയാൽ ഇപ്പോഴുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഒക്കെ ശ്രദ്ധ മാറ്റി അത് രാജ്യസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു നിർത്തുന്ന ഒരു രീതിയിലേക്ക് രൂപപ്പെടുത്തുവാൻ കഴിയും എന്ന ഒരു ചിന്ത ഇറാൻ ഉണ്ടായാൽ ഒരുപക്ഷെ ഇസ്രായേലിന് മേൽ ആക്രമണം ഉണ്ടായേക്കാം എന്ന മാധ്യമ വിശകലനങ്ങളുമൊക്കെ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ ആണ് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.